ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം പഴുത്തിട്ടില്ല കേട്ടോ. എങ്കിലും നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ അതിനെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഇതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പഴം ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിനകത്ത് വെക്കേണ്ട ഒരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കൊച്ചു പാത്രത്തിൻ്റെ അളവിൽ ഞാൻ ഇവിടെ വരിക്കച്ചക്കയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അതിനെ വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ശർക്കര പാനിയിൽ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴും ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്കപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ വേവിച്ച് കുറുക്കിയെടുക്കണം. ഇത് ഉടഞ്ഞ് നമുക്ക് എടുക്കണ്ട കേട്ടോ. ചക്കേനെ ഉടഞ്ഞ് കിട്ടണ്ട. ആ ഒരു കടിക്കാൻ പരുവത്തിന് വേണം നമുക്ക് ഈ ചക്ക തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അധികം പഴുത്തു പോകാത്ത ചക്കയാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അപ്പം ഞാൻ ഇവിടെ ആ ഒരു കൂട്ട് നല്ലതുപോലെ ആ ഒരു ശർക്കര പാനിയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്തും കിട്ടണം, പക്ഷേ അധികം ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ പഴം രണ്ടും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ആ രണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഒരു തുള്ളി എണ്ണയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും നമുക്കിത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അധികം മധുരം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പഴം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദാമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്തിക്കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനുശേഷം നല്ലതുപോലെ കുഴച്ചെടുത്തതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതി മാവെടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടി കുറച്ച് ഇതുപോലെ ഒന്ന് ആ ഒരു ഇലയുടെ ആ ഒരു റൗണ്ടിനൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചക്കക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഈ ഒരു ഇതിൻ്റെ അളവിനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് വേറൊരു ഇലയിൽ ഞാൻ ഇതുപോലെ പരത്തി വെച്ച മാവാണ്. അത് ഞാൻ ഇതിലേക്ക് ഒന്ന് പുറത്തൊന്ന് വച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് പതുക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഇലയോടെ തന്നെ നമുക്ക് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അതിന് ശേഷം ഒന്ന് ഇതിനെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഏലക്കയുടെയും അതുപോലെ തന്നെ ചക്കയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇല ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ കട്ടൻ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കുമ്പോൾ മധുരം ചേർക്കാതെ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു മധുരം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ. പിന്നെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കും കൂടി തരണം. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.